ബൈബിള് മാത്രം സംസാരിക്കുന്ന ചില ഗുരുക്കന്മാരുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ കഥകളൊക്കെ വളരെ ഭംഗിയായിട്ട് വേർഡ് ബൈ വേർഡ് എക്സസൈസ് നടത്തും. സൗന്ദര്യത്തോടുകൂടി നമുക്ക് കേട്ടിരിക്കാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത്, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കുറവ് വരും. ചില കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ കാഴ്ചയുമായിട്ട് ക്ലാഷ് വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പഴയ നിയമം എന്നുള്ളത് അതൊരു പോയിൻ്റ് ഓഫ് റെഫറൻസ് ആണ്, അതൊരു പോയിൻ്റ് ഓഫ് റെസിഡൻസ് അല്ല എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മളിപ്പോൾ താമസിക്കുന്നത് ക്രിസ്തു പണിത പുതിയ ഗോസ്പൽ ഹോമിലാണ്. അവിടെ നിന്നിട്ട് വേണം നമ്മളൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരാൻ. പല ആളുകൾക്കും ആശയക്കുഴപ്പങ്ങളുണ്ട്. കാരണം പഴയ നിയമം പറയുന്നതാണോ ശരി, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പറയാമെന്നാണോ ശരി, അല്ലെങ്കിൽ ക്രിസ്തു പറയുന്നതാണോ ശരി? കാരണം ചെറിയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ക്ലാഷ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ആരെ കേൾക്കണം? അവിടെ ആരാണ് ഫൈനൽ വേർഡ്? ആ ഒരു ചോദ്യത്തിനൊരു പരിധിവരെ ഉത്തരം കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഗോസ്പൽ. ഒരു മലമുകളിൽ ക്രിസ്തു 3 ശിഷ്യന്മാരും, അങ്ങോട്ടാണ് മോശയും ഏലിയയും കയറി വരുന്നത്. ലോ ആൻഡ് പ്രോഫിറ്റിൻ്റെ സാന്നിധ്യമാണ്. ആ സമയത്ത് ശോഭയേറിയൊരു മേഘം വരുന്നുണ്ട്. ഇത് ഗാഡിൻ്റെ റിയൽ പ്രസൻസാണ്. ഇത് വന്നു കഴിയുമ്പോൾ മോശയും ഏലിയായും മാഞ്ഞു പോവാണ്. ഗോസ്പൽ റൈറ്റർ എഴുതുകയാണ്, അവർ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഇനി ആരായുള്ള? ഇനി യേശു മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ദൈവം പറയുന്നത്, ലിസൺ ടു ഹിം, ഈസ് മൈ ബിലവഡ്. ക്രിസ്തുവിനെ കേൾക്കുന്നതാണ് പറയാം. മോശയെ ഏലിയ അവിടെ ഇല്ല. അതിനർത്ഥം അവർ കംപ്ലീറ്റ് ആയിട്ട് മറക്കാനല്ല. ഈശോ തന്നെ പറയുന്നില്ലേ, ഐ ഹാവ് കം നോട്ട് ടു അബോളിഷ് ബട്ട് ടു ഫുൾഫിൽ ദ ലോ. നിയമവും പ്രവാചകന്മാരും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ജീസസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്. ഈസ് ദ ആൽഫ ആൻഡ് ഒമേഗ. ഈശോനെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ബിക്കോസ് ഈസ് ദ ഫൈനൽ വേർഡ്. എല്ലാ കാര്യങ്ങൾക്കും അവനാണ് അവസാന വാക്കെന്ന് പറയുന്നത്. ഈ ഈശോനെ നമ്മൾ എങ്ങനെ കേൾക്കും? റീഡ് ബൈബിൾ, റീഡ് ജീസസ്. അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി.